എല്ലാ രംഗത്തും നമ്പർ 1 അവകാശപ്പെടുന്ന കേരളത്തിന് സുപ്രീം കോടതിയുടെ മുഖമടച്ചുള്ള പ്രഹരം. ഇന്നലെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഏറ്റവും ശക്തമായ ഒരു വിധി പറഞ്ഞത്. മഞ്ചേരിയിലെ എളാമ്പ്രയിൽ എത്രയും വേഗം ഒരു പ്രാഥമിക വിദ്യാലയം ആരംഭിക്കണം എന്ന കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ആ അപ്പീലിന്മേലാണ് ഏറ്റവും കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ഏറ്റവും മനോഹരമായ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. നീതിമാന്മാർക്ക് അവരുടെ മാർഗത്തെ സുഗമമാക്കുന്ന ഒരു വിധി കൂടിയായി ഇതിനെ നമ്മൾ കണക്കാക്കണം. സർവ രംഗത്തും കേരളം നമ്പർ 1, കേരളം നമ്പർ 1. ഒരു മയവുമില്ലാതെയാണ് ഈ വ്യാജ പ്രചാരണം നടത്തുന്നത്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ, സ്ത്രീ സുരക്ഷയിൽ, സാമൂഹ്യ സുരക്ഷയിൽ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ കേരളം നമ്പർ 1, കേരളം നമ്പർ 1. അമേരിക്കയെ കവച്ചു വയ്ക്കും. ഇപ്പോൾ അമേരിക്കയിലെ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാണ്. കേരളത്തിലെ റോഡുകൾ അമേരിക്കയിലെ റോഡുകളെക്കാൾ മികച്ചതാണ്. പറയുന്നതാരാ? കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറയുകയാണ്. കേരളത്തിലെ റോഡുകൾ പലതും തകർന്നു കിടക്കുന്ന കാഴ്ച കണ്ടിട്ടും ഇതൊന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ അത് കേന്ദ്രം നിർമ്മിച്ചതാണ് എന്ന് ഒരു നിയമസഭയിൽ തന്നെ പ്രതിപക്ഷമടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടി, തെളിവ് സഹിതം. ഇതൊക്കെ ജനങ്ങളുടെ കൺമുന്നിൽ നടക്കുന്നതാണ്. എന്നാലും ഒരു ഉളുപ്പുമില്ലാതെ പറയും കേരളം നമ്പർ 1 എന്ന്. കേന്ദ്രം ചെയ്തു തരുന്നതിൻ്റെ പോലും അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ സംസ്ഥാന സർക്കാർ PR വർക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടേക്ക് വരാം. ഈ മഞ്ചേരി എളാമ്പ്രയിൽ ഒരു പ്രാഥമിക വിദ്യാലയമില്ല. 4 കിലോമീറ്റർ ചുറ്റളവിൽ. നമ്മുടെ നിയമം അനുസരിച്ച് പൊതുവിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന ഈ വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്. ഇന്ത്യയിൽ അത് പാസ്സാക്കിയതാണ്. ആ നിയമം അനുസരിച്ച് നമുക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രാഥമിക വിദ്യാലയം, അങ്കണവാടി മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ 3-4 കിലോമീറ്ററുകൾക്കുള്ളിൽ UP അപ്പർ പ്രൈമറി സ്കൂളുകൾ ഉണ്ടായിരിക്കണം. പൊതുവിദ്യാഭ്യാസം നമുക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, ചൂണ്ടിക്കാട്ടി വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ മഞ്ചേരി എളാമ്പ്രയിൽ 4 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പ്രാഥമിക വിദ്യാലയം ഇല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെ എത്രയും വേഗം ഒരു സ്കൂൾ ആരംഭിക്കണം എന്ന് കേരള ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയവരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നവർ എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തായാലും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല ബഗ്ചി എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പറഞ്ഞിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ശക്തമായ താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. എത്രയും വേഗം സ്കൂള് സ്ഥാപിക്കണം. അതിന് 3 മാസത്തിൽ കൂടുതൽ സമയമെടുക്കരുത് എന്നും കോടതി പറയുന്നു. കെട്ടിടം ഇപ്പോൾ നിർമ്മിക്കാൻ സാധിച്ചില്ലെങ്കിൽ വാടക കെട്ടിടത്തിൽ ആരംഭിക്കണം. 1 വർഷത്തിനകം അത് താൽക്കാലികമായിരിക്കണം. 1 വർഷത്തിനകം പുതിയ കെട്ടിടം നിർമ്മിക്കണം. സ്ഥലം കണ്ടെത്തി നിർമ്മിക്കണം. സ്ഥലം കണ്ടെത്താനുള്ള നിർദ്ദേശം ഈ മഞ്ചേരിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളോടും നിർദ്ദേശം വച്ചിരിക്കുന്നു. 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രാഥമിക വിദ്യാലയം ഇല്ലെങ്കിൽ അക്കാര്യം എത്രയും വേഗം രേഖാമൂലം സർക്കാരിനെ അറിയിക്കണം എന്നും കോടതി നിർദ്ദേശിക്കുന്നു. എത്ര സുപ്രധാനമായ വിധിയാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മഞ്ചേരിയിലെ അവിടുത്തെ ഈ പറഞ്ഞതുപോലെ ഒരു പിന്നാക്ക മേഖലയാണ്. ആ പിന്നാക്ക മേഖലയിൽ സ്കൂൾ ആരംഭിക്കാൻ വേണമെങ്കിൽ സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് സ്കൂൾ തുടങ്ങാം. പക്ഷേ അത് എയ്ഡഡ് സ്കൂളായിട്ട് നിലനിർത്തരുത്. സർക്കാർ സ്കൂളായിട്ട് തന്നെ അതിനെ മാറ്റണം. അത് ആരെങ്കിലും സ്ഥലം നൽകിയാൽ ആ സ്ഥലത്ത് സർക്കാർ വേണം സ്കൂൾ സ്ഥാപിക്കാൻ. അല്ലാതെ അത് എയ്ഡഡ് മേഖലയിലേക്ക് മാറ്റി തങ്ങളുടെ ചുമതലയിൽ നിന്ന് മാറ്റി കൈയൊഴിയരുത് എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് സുതാര്യത വേണം. വിദ്യാഭ്യാസ അവകാശ നിയമം വ്യവസ്ഥ ചെയ്യുന്ന തുല്യത, അടിസ്ഥാന സൗകര്യം തുടങ്ങിയവ ഉറപ്പാക്കണം എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച പരമോന്നത നീതിപീഠം അടിയന്തര നടപടിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വേഗത്തിൽ അവിടെ സ്കൂൾ ആരംഭിക്കണം. അതിന് ഒട്ടും തന്നെ അമാന്തം വരുത്തരുത്. അമാന്തം വരുത്തിയാൽ സർക്കാർ കോടതിയെ ലക്ഷ്യത്തിന് നടപടി നേരിടേണ്ടി വരും എന്നും വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാർ എല്ലാ വശങ്ങളും കണക്കിലെടുത്ത് വേണം ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ, പ്രാഥമിക വിദ്യാലയം. അവിടെ ഈ
പ്രാഥമിക വിദ്യാലയം ലാഭമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. നമ്മുടെ എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് ഈ 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തെയാണ് കോടതി ആധാരമാക്കിയിരിക്കുന്നത്. കോടതി പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ എവിടെയെങ്കിലും സ്കൂൾ ഇല്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാടക കെട്ടിടത്തിൽ സ്കൂൾ ആരംഭിക്കാം. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ അവിടെ കൃത്യമായിട്ട് സർക്കാർ സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിച്ച് സ്കൂൾ അങ്ങോട്ട് മാറ്റണം. എന്ന് മാത്രമല്ല, ഈ ആദ്യത്തെ വർഷം അവിടെ പഠിപ്പിക്കാൻ അധ്യാപകരെ ഇപ്പോൾ PSC ടെസ്റ്റൊക്കെ നടത്തി അധ്യാപകരെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അവരെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ഒരല്പ സമയമെടുക്കും. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് വിരമിച്ച അധ്യാപകരെ നിയോഗിക്കാം. പക്ഷെ ഒരു വർഷത്തിൽ കൂടുതൽ അത് ചെയ്യരുത്. കോടതി എത്ര കൃത്യമായിട്ടാണ് വിധി പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ വിരമിച്ച അധ്യാപകരെ നിയോഗിക്കുമ്പോൾ അത് 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ആയിട്ട് പരിമിതപ്പെടുത്തണം എന്ന് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ നിർദ്ദേശങ്ങൾ കോടതി കൊടുത്തിട്ടും സർക്കാർ ഇത് അനുസരിക്കുന്നില്ലെങ്കിൽ, ഇത് ചെയ്യുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും എന്ന് വ്യക്തമാണ്. വെറുതെ വാ കൊണ്ട് വീമ്പ് പറഞ്ഞാൽ പോരാ, കേരളം നമ്പർ 1 ആണെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും വേണം. അല്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 35,000 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. കേരളത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി BAയും MAയും പഠിക്കാൻ പോലും, ആർട്സ് സബ്ജക്റ്റുകൾ പഠിക്കാൻ പോലും അവർ അന്യ സംസ്ഥാനങ്ങളെ, ഇതര സംസ്ഥാനങ്ങളെ, ബാംഗ്ലൂരും ചെന്നൈയിലുമൊക്കെ പോകുന്ന കാഴ്ച പണ്ട് നമുക്കറിയാം. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ മാർഗങ്ങളില്ലാതിരുന്ന ഒരു കാലത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ബറോഡ സർവകലാശാലയിലും അതുപോലെ UPയിൽ കാശിയിൽ ഒക്കെ പോയി പഠിക്കുന്ന ആൾക്കാരെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പോയി പഠിക്കുന്ന ആൾക്കാരെ നമുക്ക് അറിയാം. ഇവിടെ നിന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്താണ് അവർ പോയി പഠിച്ചിരുന്നത്. പിന്നീടാണ് ഇവിടെ കേരള സർവകലാശാല സ്ഥാപിതമാകുന്നതും ഉന്നത വിദ്യാഭ്യാസം ഇവിടേക്ക് പറിച്ചു നടപ്പെടുന്നതും. അത്തരത്തിലൊരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാഹചര്യം, ഇവിടെ നിന്ന് കുട്ടികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ കോളേജ് ഇല്ലാത്തത് കൊണ്ടല്ല, ഇവിടെ സർവകലാശാലകൾ ഇല്ലാത്തത് കൊണ്ടല്ല, ഇവിടെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ പര്യാപ്തമായ കോഴ്സുകളില്ലാഞ്ഞിട്ടല്ല, അത് പഠിപ്പിക്കാൻ അധ്യാപകരില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇവിടെ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ കോളേജുകളെല്ലാം രാഷ്ട്രീയ അതിപ്രസരണത്തിൻ്റെ ഫലമായി പൊറാട്ട് നാടകങ്ങൾ നടക്കുന്ന വേദികളായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാറ്റിമറിച്ചിരിക്കുന്നു കേരളത്തിൽ. ഇതുകൊണ്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു പോയത്. നമുക്കറിയാം, ഈ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ കേരളത്തിൻ്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചാൻസലർ കൂടിയായ, സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ സർക്കാർ, ആ സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന പാർട്ടി CPM, ആ CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SFI, ഇവരെല്ലാവരും എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഗവർണറുടെ നടപടികളെ തുരങ്കം വെച്ചതെന്ന് നമ്മൾ കണ്ടു. ഈ നാട്ടിൽ ഒരു തരത്തിലും ഉന്നത വിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് വാശിയിലാണ് ഭരിക്കുന്ന കക്ഷി എന്ന് തോന്നും. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയവർ ഇപ്പോഴിതാ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാൻ നിൽക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണ്ണമായിട്ടും നശിപ്പിച്ച് ഇല്ലാതാക്കിയവർക്ക് അവരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും. കാരണം ഇത് പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് കോടതി ഇത് പറയുന്നതെങ്കിലും എല്ലാവർക്കും ബാധകമായ ഒരുപാട് കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും പരമോന്നത നീതിപീഠത്തിൻ്റെ നീതിബോധത്തിന് മുന്നിൽ തലകുനിച്ചുകൊണ്ട് നമ്മൾ ഈ സർക്കാരിനോട്, വിദ്യാഭ്യാസ മന്ത്രിമാരോട് പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്, ദയവായി കേരളത്തിലെ വരും തലമുറകളുടെ ഭാവി നശിപ്പിക്കരുതേ എന്ന്.